റഷ് വാലിയിൽ വെച്ച് വിൻഡ്രിയോട് യാത്ര പറഞ്ഞുകൊണ്ട് എൽറിക് ബ്രദേഴ്സ് ഡബ്ലിത്തിലേക്കുള്ള യാത്ര തുടർന്നു. ട്രെയിനിൽ വെച്ച് മയങ്ങിപ്പോയ എഡ്വേർഡ് പെട്ടെന്ന് തൻ്റെ അച്ഛനെപ്പറ്റി സ്വപ്നം കണ്ടു. അവൻ ഞെട്ടി ഉണർന്നു. അപ്പോഴേക്കും അവർ ഡബ്ലിത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു. അധികം വൈകാതെ അവർ അവരുടെ ടീച്ചറായ ഈസുമിയുടെ വീടിന് മുന്നിലെത്തി. അവിടെ നിൽക്കുമ്പോഴും ടീച്ചറിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കുമെന്നോർത്ത് രണ്ടുപേർക്കും പേടിയുണ്ടായിരുന്നു. പെട്ടെന്ന് ആ വീടിൻ്റെ വാതിൽ തുറന്നു. അതിനുള്ളിൽ നിന്നും ചോര പുരണ്ട കത്തിയും പിടിച്ചുകൊണ്ട് ഭീമാകാരനായ ഒരാൾ പുറത്തേക്ക് വന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ബ്രദേഴ്സ് രണ്ടുപേരും പേടിച്ച് പണ്ടാരമടങ്ങിപ്പോയി. പക്ഷേ അതാണ് ഈസുമിയുടെ ഭർത്താവ്. പുള്ളിക്ക് ഇറച്ചി വെട്ടലാണ് പണി. വർഷങ്ങൾക്ക് ശേഷം ബ്രദേഴ്സിനെ കണ്ട അയാൾ അവരെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. ആ ആർമറിട്ട് നിൽക്കുന്നത് അൽഫോൺസ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവൻ തന്നെപ്പോലെ വലിയൊരു ഫയൽവാൻ ആണെന്ന് കരുതി പുള്ളി അവനെ അഭിനന്ദിച്ചു. ഈ സമയം വീടിനുള്ളിൽ സുഖമില്ലാതെ കിടക്കുകയായിരുന്ന ഈസുമിയോട് ബ്രദേഴ്സ് വന്ന കാര്യം അയാൾ അറിയിച്ചു. ടീച്ചർ സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് ഇന്ന് തല്ല് കൊള്ളേണ്ടി വരില്ല എന്ന് എഡ്വേർഡ് കരുതി. പക്ഷെ പെട്ടെന്ന് വീടിനുള്ളിൽ നിന്നും ഈസുമി അവൻ്റെ മോന്തയ്ക്ക് ചവിട്ടി. അവൻ അവിടുന്ന് പറന്നടുത്ത കണ്ടത്തിൽ പോയി വീണു. എഡ്വേർഡ് മിലിറ്ററിയിൽ ചേർന്നുവെന്നറിഞ്ഞതിൻ്റെ മാത്രം റിയാക്ഷനായിരുന്നു ഇപ്പോൾ ഈ സംഭവിച്ചത്. ഇത് കണ്ട അൽഫോൺസ് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ അൽഫോൺസിനെ കണ്ട ഈസുമി പെട്ടെന്ന് കൂളായി. അവൻ ഇത്ര പെട്ടെന്ന് വളർന്ന് വലുതായി എന്നോർത്ത് അവൾ അവനെ അഭിനന്ദിച്ചു. അതോടെ ആശ്വാസമായ അൽഫോൺസ് അവളുടെ അടുത്തേക്ക് ചെന്നു. പക്ഷേ പെട്ടെന്ന് അവൾ അവനെ കയ്യിൽ പിടിച്ച് തൂക്കി നിലത്തടിച്ചു. ഈ തടിയും പൊക്കവും മാത്രം കൊണ്ട് ഒരു ഫൈറ്റ് ജയിക്കാൻ പറ്റില്ല എന്ന് അവൾ അവനെ ഓർമ്മിപ്പിച്ചു. ഈ വയ്യാത്ത സമയത്ത് ഇങ്ങനെ വയലൻ്റ് ആവലെ ടീച്ചറെ എന്ന് പറഞ്ഞ് ബ്രദേഴ്സ് അവളെ കൂളാക്കാൻ നോക്കി. അത് കേട്ട ഈസുമി ആർക്കാടാ വയ്യാത്തതെന്ന് ചോദിച്ച് അവരോട് അലറി. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവൾ ചോര തുപ്പി. അതോടെ അവളുടെ ഭർത്താവ് വന്ന് അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ അവരെല്ലാവരും വീടിനുള്ളിലേക്ക് കയറി. സംസാരിക്കുന്നതിനിടയിൽ എഡ്വേർഡ് അവരോട് ഫിലോസഫർ സ്റ്റോണിനെ കുറിച്ച് ചോദിച്ചു. പക്ഷേ ഈസുമിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഫിലോസഫർ സ്റ്റോണിനെ പറ്റി നല്ല അറിവുള്ള ഒരു ആൽക്കമിസ്റ്റിനെ സെൻട്രലിൽ വെച്ച് അവൾ പരിചയപ്പെട്ട കാര്യം ബ്രദേഴ്സിനോട് പറഞ്ഞു. ഇത് കേട്ട് എക്സൈറ്റഡായ ബ്രദേഴ്സ് അവളോട് ആൾ ആരാണെന്ന് ചോദിച്ചു. ഒന്ന് ഓർത്ത ശേഷം അവൾ ആ പേര് പറഞ്ഞു. ഹോവൻഹൈം. അതാണ് അയാളുടെ പേര്. ഇത് കേട്ട എഡ്വേർഡിൻ്റെ ഭാവം മാറി. അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. കാരണം ഹോവൻഹൈമാണ് എൽറിക് ബ്രദേഴ്സിൻ്റെ അച്ഛൻ. അപ്പോഴാണ് ബ്രദേഴ്സിൻ്റെ അച്ഛൻ അയാളാണെന്ന് ഈസുമി അറിഞ്ഞത്. അപ്പോൾ അൽഫോൺസ് ഈസുമിയോട് എന്നെങ്കിലും തങ്ങളുടെ അച്ഛൻ ഫിലോസഫർ സ്റ്റോണിനെ പറ്റി അവളോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അയാൾ ഒരിക്കലും തന്നോട് ഫിലോസഫർ സ്റ്റോണിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നും ഏറ്റവും അവസാനമായി അയാളെ കണ്ട ദിവസം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാൻ പോകുന്നുവെന്ന് മാത്രമാണ് അയാൾ പറഞ്ഞതെന്നും ഈസുമി അൽഫോൺസിനോട് പറഞ്ഞു. എഡ്വേർഡ് അപ്പോഴും ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അങ്ങേര് മരിച്ചു കാണുമെന്നാണ് അവൻ കരുതിയിരുന്നത്. കാരണം അവർ കുഞ്ഞായിരുന്ന സമയത്ത് ഒരു രാത്രി ഉറക്കമുണർന്ന ബ്രദേഴ്സ് കണ്ടത് അവരുടെ അച്ഛൻ എങ്ങോട്ടോ പോകാൻ റെഡിയായി നിൽക്കുന്നതാണ്. അവരെ സ്നേഹത്തോടെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അന്ന് രാത്രി അയാൾ അവരെ വിട്ടുപോയി. പിന്നീട് അവരുടെ അമ്മയാണ് കഷ്ടപ്പെട്ട് അവരെ വളർത്തിയത്. അച്ഛൻ്റെ കുറവറിയിക്കാതെ 2 മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ അവൾ നല്ലോണം പാടുപെട്ടു. ഒടുവിൽ ആ പാവം മക്കളുടെ മുന്നിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി. എന്നിട്ടും അവരുടെ അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ എഡ്വേർഡിന് അയാളോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. അവൻ ഇതൊക്കെ ഓർത്തിരിക്കുന്നത് കണ്ട ഈസുമി അവൻ്റെ മണ്ടയ്ക്കൊരു കൊട്ടു കൊടുത്തിട്ട് ആഹാരം കഴിക്കാൻ വിളിച്ചു. ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സിഗ് അൽഫോൺസിനോട് ആർമർ അഴിച്ചിട്ട് ആഹാരം കഴിക്കാൻ പറഞ്ഞു. പക്ഷേ അൽഫോൺസ് ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോഴേക്കും എഡ്വേർഡ് ഇന്നലെ റഷ് വാലിയിൽ വെച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞു. ആ അമ്മയെയും കുഞ്ഞിനെയും പറ്റി അവർ പറഞ്ഞതെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ ഈസുമി കേട്ടിരുന്നു. അന്ന് രാത്രി അവർ ഉറങ്ങാൻ കിടന്നപ്പോൾ എഡ്വേർഡ് ചില പഴയ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്. ഒരു പ്രളയകാലത്ത് ബ്രദേഴ്സിൻ്റെ ഗ്രാമത്തിലെ നദി കര കവിഞ്ഞൊഴുകാൻ തുടങ്ങി. നദിയിലെ വെള്ളം കരയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി നാട്ടുകാർ ചേർന്ന് ഒരു മതിൽ കെട്ടുകയായിരുന്നു. പക്ഷേ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിയതോടെ അത് പൊളിഞ്ഞ് വെള്ളം അകത്തേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴാണ് എൽറിക് ബ്രദേഴ്സ് ആദ്യമായിട്ട് ഈസുമിയെ കാണുന്നത്. ആണുങ്ങളെല്ലാം പേടിച്ച് പിന്നിലേക്ക് മാറിയപ്പോൾ ഈസുമി ധൈര്യത്തോടെ മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും മതിൽ മുഴുവനായി പൊട്ടി. കുത്തിയൊലിച്ചു വരുന്ന മഴവെള്ളത്തിലും കല്ലുപോലെ ഉറച്ചു നിന്നുകൊണ്ട് അവൾ ആൽക്കമി യൂസ് ചെയ്തു. തൊട്ടടുത്ത നിമിഷം ആ ഏരിയ മുഴുവൻ കൂറ്റൻ മതിലുകൾ ഉയർന്നു. അങ്ങനെ ആ ഗ്രാമത്തെ തന്നെ അവൾ രക്ഷിച്ചു. ഇത് കണ്ട നാട്ടുകാരെല്ലാവരും വണ്ടറടിച്ച് നിന്നുപോയി. പക്ഷേ അപ്പോഴേക്കും അവൾ ചോര തുപ്പി അവശയായി കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് എൽറിക് ബ്രദേഴ്സ് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് അവളോട് തങ്ങളെ ആൽക്കമി പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അവൾ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ബ്രദേഴ്സ് വീണ്ടും വീണ്ടും അപേക്ഷിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ ബ്രദേഴ്സ് അവളുടെ കയ്യിൽ പിടിച്ച് തൂങ്ങി. പിന്നീടാണ് അവർ അനാഥരാണെന്ന് ഈസുമി അറിയുന്നത്. അതോടെ അവരെ സഹായിക്കാൻ അവൾ തീരുമാനിച്ചു. അന്നു മുതൽ അവൾ അവരുടെ ടീച്ചറായി. പിറ്റേ ദിവസം അവൾ അവരെ നദിയുടെ നടുവിലുള്ള ആൾപ്പാർപ്പില്ലാത്തൊരു ദ്വീപിലേക്ക് കൊണ്ടുചെന്നാക്കി. എന്നിട്ടവൾ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ആദ്യ സ്റ്റേജ്.
ഇത് പാസ്സായാൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഫെയിലായാൽ 2 പേര് നാട്ടിലേക്ക് തിരിച്ചു പൊയ്ക്കോണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ടാസ്കുകളാണുള്ളത്. ആദ്യത്തേത് ഇനിയുള്ള 30 ദിവസം ഈ കൊടുങ്കാട്ടിൽ സർവൈവ് ചെയ്യണമെന്നതാണ്. 1 ഈസ് ഓൾ ഈസ് 1. എല്ലാം ഒന്നാണ്, ഒന്ന് എല്ലാമാണ്. ഈ കടങ്കഥയുടെ ശരി ഉത്തരം അടുത്ത 1 മാസത്തിനുള്ളിൽ നിങ്ങൾ കണ്ടെത്തണമെന്നതാണ് രണ്ടാമത്തെ ടാസ്ക്. പിന്നെ ഈ 1 മാസത്തിനിടയിൽ ഒരിക്കലും ആൽക്കമി ഉപയോഗിക്കാനും പാടില്ല. ഇത്രയും പറഞ്ഞിട്ട് അവളൊരു കത്തി അവർക്ക് നേരെ ഇട്ടുകൊടുത്തു. എന്നിട്ട് കൂടുതലൊന്നും പറയാതെ അവൾ അവിടെ നിന്ന് വഞ്ചി തുഴഞ്ഞ് വീട്ടിലേക്ക് പോയി. അവൾ പോയതും അവിടെ ഒറ്റപ്പെട്ടു പോയ ബ്രദേഴ്സിൻ്റെ കിളി പോയി. 1 മാസം പോയിട്ട് 1 ദിവസം പോലും അവിടെ നിൽക്കാൻ അവർക്ക് പറ്റുമായിരുന്നില്ല. അന്ന് രാത്രി ആ കൊടുങ്കാട്ടിൽ ബ്രദേഴ്സ് 2 പേരും വിശന്ന് തളർന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ വിശപ്പ് മാറ്റാനൊരു മുയലിനെ കെണിവെച്ച് പിടിച്ചു. അതിനെ കൊല്ലാൻ വേണ്ടി എഡ്വേർഡ് കത്തിയെടുത്ത് വന്നെങ്കിലും മുയലിൻ്റെ മുഖത്തെ ക്യൂട്ട്നെസ് കണ്ട് അവൻ്റെ മനസ്സലിഞ്ഞു. അവൻ അൽഫോൺസിനോട് അതിനെ കൊല്ലാൻ പറഞ്ഞു. പക്ഷേ അവനും അതിനെ പറ്റിയില്ല. അങ്ങനെ ബ്രദേഴ്സ് 2 പേരും കൂടി തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മുയലിനെ ഒരു കുറുക്കൻ വന്ന് എടുത്തുകൊണ്ട് പോയി. അതുകണ്ട ബ്രദേഴ്സ് ആ കുറുക്കൻ്റെ പിന്നാലെ ഓടി. കുറുക്കൻ നേരെ ഓടി മുയലിനെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുത്തു. അല്പം മാറി നിന്ന് ബ്രദേഴ്സ് ഇതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിക്കുറുക്കന്മാർ മുയലിനെ പച്ചയ്ക്ക് കടിച്ച് പറിക്കുന്നത് കണ്ട ബ്രദേഴ്സിന് ഓക്കാനം വന്നു. അങ്ങനെ അവിടെ നിന്ന് അവർ നേരെ മീൻ പിടിക്കാൻ വേണ്ടി നദിക്കരയിൽ വന്നു. നദിയിൽ ഒരുപാട് മീനുണ്ട്. പക്ഷേ അതെങ്ങനെ പിടിക്കുമെന്ന് അവന്മാർക്കറിയില്ലായിരുന്നു. രാത്രിയായപ്പോഴേക്കും ഒന്ന് തീ കൂട്ടാൻ പോലും അറിയാതെ പച്ചില മേഞ്ഞൊരു ചെറിയ കൂരയ്ക്ക് കീഴിൽ അവർ തണുത്ത് വിറച്ചുകൊണ്ട് ഉറങ്ങാൻ കിടന്നു. അപ്പോഴും വിശപ്പ് കാരണം അവർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം മുഴുവൻ മഴയായിരുന്നതുകൊണ്ട് അവർക്ക് ആ കൂരയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റിയില്ല. അങ്ങനെ 5 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ആഹാരമൊന്നും കഴിക്കാൻ കിട്ടാത്തതുകൊണ്ട് അവർ ആകെ ക്ഷീണിച്ച് അവശരായിരുന്നു. അന്ന് രാവിലെ എഴുന്നേറ്റ എഡ്വേർഡിന് തൊട്ടടുത്ത് കിടക്കുന്ന അൽഫോൺസ് ഒരു ഭീമൻ ഇറച്ചിക്കഷ്ണമാണെന്ന് തോന്നി. അവൻ അൽഫോൺസിനെ ചെന്ന് കടിച്ചു. അപ്പോൾ ഞെട്ടി എഴുന്നേറ്റ അൽഫോൺസ് എഡ്വേർഡിനെ തള്ളി മാറ്റി. അപ്പോൾ അവൻ തളർന്നു ചെന്ന് വീണത് ഒരു കൂട്ടം ഉറുമ്പുകളുടെ അടുത്തായിരുന്നു. ഉറുമ്പുകളെ കണ്ടതും അവനത് ചോക്ലേറ്റ് കഷ്ണങ്ങളായിട്ട് തോന്നി. അവൻ അതിനെയൊക്കെ വാരി വലിച്ച് തിന്നാൻ തുടങ്ങി. ഉറുമ്പിൻ്റെ ചവർപ്പ് രുചി തൊണ്ടയിലെത്തിയതോടെ അവനെ പരിപാടി നിർത്തി. പക്ഷേ അപ്പോഴേക്കും അവന് സ്ഥലകാല ബോധം വീണ്ടു കിട്ടി. ഒന്ന് മറ്റൊന്നിനെ ഭക്ഷണമാക്കുന്നത് പ്രകൃതി നിയമമാണെന്ന് അവൻ മനസ്സിലാക്കി. എന്തൊക്കെ സംഭവിച്ചാലും അടുത്ത 25 ദിവസത്തേക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ അവൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു. പിന്നീട് അവർ മൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. അങ്ങനെ അവർ വീണ്ടും ഒരു മുയലിനെ കെണിവെച്ച് പിടിച്ചു. പക്ഷേ ഇപ്രാവശ്യം മടിച്ചു നിൽക്കാതെ എഡ്വേർഡ് അതിനെ കൊന്നു. പിന്നീട് അവർ നദിക്കരയിൽ പോയി കൂർത്ത കമ്പും ചൂണ്ടയുമൊക്കെ ഉപയോഗിച്ച് മീൻ പിടിച്ചു. 2 മരക്കമ്പുകൾ ശക്തിയായി കൂട്ടി ഉരച്ചുകൊണ്ട് അവർ തീയുണ്ടാക്കി. അങ്ങനെ അന്ന് രാത്രി അവർ അവിടെ തീ കൂട്ടിയിട്ട് ആ തീയിൽ അവർ വേട്ടയാടി പിടിച്ച ജന്തുക്കളുടെ മാംസം ചുട്ടെടുത്തു. എന്നിട്ടവർ അത് ആർത്തിയോടെ ഭക്ഷിച്ചു. ആ സമയത്ത് അവിടെ വന്ന കുറുക്കൻ കുഞ്ഞുങ്ങൾക്കും അവർ ഒരു കഷ്ണം ഇറച്ചിയിട്ട് കൊടുത്തു. അങ്ങനെ 29 ദിവസങ്ങൾ കഴിഞ്ഞു. അവർ ഇവിടെ എത്തിയിട്ട് നാളെ 1 മാസം തികയും. നാളെ വീട്ടിലേക്ക് പോകാമെന്നോർത്തപ്പോൾ അവർക്ക് സന്തോഷം തോന്നി. അപ്പോഴും അവർക്ക് ടീച്ചർ പറഞ്ഞ കടങ്കഥയുടെ ഉത്തരം കിട്ടിയിരുന്നില്ല. 1 ഈസ് ഓൾ ഈസ് 1. അതെന്താണെന്നോർത്ത് തലപോഞ്ഞ് കിടക്കുന്ന സമയത്ത് എഡ്വേർഡിന് ചില കാര്യങ്ങൾ മനസ്സിലായി. അന്ന് വിശന്ന് വലഞ്ഞ് ബോധമില്ലാതെ കിടന്ന അവന് ബോധം വന്നത് അവൻ എറുമ്പുകളെ കഴിച്ചപ്പോഴാണ്. ഇനി ഒന്നും കഴിക്കാതെ അവൻ അവിടെ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ ഉറുമ്പുകളായിരിക്കും അവൻ്റെ ശരീരം ഭക്ഷണമാക്കുന്നത്. നമ്മൾ ഇന്ന് മുയലിൻ്റെ ഇറച്ചി കഴിച്ചു. ഇനി നമ്മൾ മരിച്ച് മണ്ണോട് ചേർന്നാൽ ആ മണ്ണിൽ വിളയുന്ന പുല്ലും കായും ഒക്കെയാകും മുയലുകൾ കഴിക്കുക. സത്യത്തിൽ ഈ ലോകം മുഴുവൻ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിലെ ചെറിയ ചങ്ങലക്കണ്ണികൾ മാത്രമാണ് നമ്മൾ. ഈ ലോകമില്ലാതെ നമ്മളുമില്ല, നമ്മളില്ലാതെ ഈ ലോകവുമില്ല. അതുകൊണ്ട് ആ കടങ്കഥയിൽ 1 എന്നത് നമ്മളാണ്, ഓൾ എന്നത് ഈ പ്രപഞ്ചവും. ഈ തിരിച്ചറിവാണ് ആൽക്കമിയുടെ അടിസ്ഥാനം. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ ടാസ്ക് തന്നതെന്ന് അവർ മനസ്സിലാക്കി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈസുമിയും ഭർത്താവും അവിടെ എത്തി. അവൾ അവരോട് കടങ്കഥയുടെ ഉത്തരം ചോദിച്ചു. അപ്പോൾ ബ്രദേഴ്സ് അവർ കണ്ടെത്തിയ ഉത്തരം അവളോട് പറഞ്ഞു. 1 എന്നത് നമ്മളാണ്, ഓൾ എന്നത് ഈ പ്രപഞ്ചവുമാണ്. ഇത് കേട്ട ഈസുമി പൊട്ടിച്ചിരിച്ചു. നിങ്ങൾ ടെസ്റ്റ് പാസ്സായി എന്ന് അവൾ അവരെ അറിയിച്ചു. ഇത് കേട്ട ബ്രദേഴ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പിറ്റേന്ന് മുതൽ ഈസുമി അവരെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അവരുമായി ഫൈറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവൾ ആൽക്കമിയുടെ ബേസിക്സ് എല്ലാം അവർക്ക് വായിച്ചും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആൽക്കമി ചെയ്യാൻ വേണ്ടി ട്രാൻസ്മ്യൂട്ടേഷൻ സർക്കിളിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ഇന്നത്തെ പാഠം. ബുക്കിൽ നിന്നും കണ്ണെടുക്കാതെ വായിക്കുമ്പോഴും അവൾ ബ്രദേഴ്സിൻ്റെ അറ്റാക്കുകളെല്ലാം ബ്ലോക്ക് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ അവരെ അടിച്ചേറിൽ കയറ്റുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ അടികൊണ്ട് ബ്രദേഴ്സ് 2 പേരും അവശരായപ്പോൾ അവൾ പഠിപ്പിക്കൽ നിർത്തിയിട്ട് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി അകത്തേക്ക് പോകാനൊരുങ്ങി. അപ്പോൾ ബ്രദേഴ്സ് അവളോട് ഒരു സംശയം ചോദിച്ചു.
ട്രാൻസ്മ്യൂട്ടേഷൻ സർക്കിൾ ഇല്ലാതെ വെറും കൈകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ടീച്ചർ എങ്ങനെയാണ് ആൽക്കമി യൂസ് ചെയ്യുന്നതെന്നായിരുന്നു അവരുടെ സംശയം. അന്ന് ഈസുമി ആ ഗ്രാമത്തിന് വേണ്ടി ആൽക്കമി കൊണ്ട് മതിലുണ്ടാക്കിയപ്പോഴേ അവളുടെ സ്റ്റൈൽ അവർ നോട്ട് ചെയ്തിരുന്നു. ബ്രദേഴ്സിൻ്റെ ചോദ്യം കേട്ട് അവൾ ആദ്യം ഒന്ന് ഞെട്ടി. ഞാൻ സ്വയം ഒരു ട്രാൻസ്മ്യൂട്ടേഷൻ സർക്കിൾ പോലെയാണെന്ന് അവൾ മറുപടി പറഞ്ഞു. അപ്പോൾ ആ ട്രിക്ക് ഞങ്ങളെ കൂടി പഠിപ്പിക്കാൻ ബ്രദേഴ്സ് അവളോട് അപേക്ഷിച്ചു. പക്ഷേ അതൊരിക്കലും പഠിപ്പിക്കാനോ പറഞ്ഞു തരാനോ പറ്റുന്നതല്ലെന്നും ചില സത്യങ്ങൾ നേരിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കണമെന്നും പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോയി. പഴയ കാര്യങ്ങൾ ഓർത്ത് കിടക്കുകയായിരുന്ന എഡ്വേർഡ് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. ടീച്ചർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോഴാണ് അവന് മനസ്സിലായത്. തന്നെപ്പോലെ തന്നെ ടീച്ചറും ആ വാതിൽ കണ്ടിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. എന്തായാലും അതിനെപ്പറ്റി അവളോട് ചോദിക്കാൻ എഡ്വേർഡ് തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ അതിനെപ്പറ്റി ചോദിക്കാൻ ഈസുമിയുടെ അടുത്തേക്ക് ചെന്നു. പക്ഷേ പെട്ടെന്ന് ഈസുമി ആൽക്കമി കൊണ്ടൊരു കുന്തമുണ്ടാക്കിയിട്ട് എഡ്വേർഡിനെ അറ്റാക്ക് ചെയ്തു. അവൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയിട്ട് തൻ്റെ ഓട്ടോമെയിൽ ആർം ഒരു കത്തിയാക്കി മാറ്റിക്കൊണ്ട് ആ കുന്തം വെട്ടിമുറിച്ചു. പക്ഷേ ഇത് കണ്ടിട്ട് ഈസുമിക്ക് വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല. കാരണം എഡ്വേർഡിൻ്റെ വലത്തെ കൈയും കാലും ഓട്ടോമെയിലാണെന്നും അൽഫോൺസ് ഇപ്പോൾ വെറും ആർമറിൽ സീൽ ചെയ്ത് വച്ചിരിക്കുന്ന ആത്മാവ് മാത്രമാണെന്നും അവൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. എഡ്വേർഡ് വെറും കൈകൊണ്ട് ആൽക്കമി യൂസ് ചെയ്തത് കണ്ടതോടെ അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. നീയത് കണ്ടുവല്ലേ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിങ്ങളങ്ങനെ ചെയ്തത്? എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ഈസുമി അവരോട് ചോദിച്ചു. അപ്പോൾ എഡ്വേർഡ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. ഇതൊക്കെ കേട്ട ഈസുമിക്ക് നല്ല വിഷമം തോന്നി. അവരെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതിന് ശേഷം അവൾ തൻ്റെ കഥ അവരോട് പറഞ്ഞു. വിവാഹത്തിന് ശേഷം വളരെ കാലമായിട്ടും അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരിക്കൽ അവൾ ഗർഭിണിയായെങ്കിലും പെട്ടെന്നൊരു അസുഖം ബാധിച്ച് വയറ്റിൽ വെച്ച് തന്നെ ആ കുഞ്ഞ് മരിച്ചുപോയി. ആ വിഷമം താങ്ങാൻ വയ്യാതെ അവൾ ഹ്യൂമൻ ട്രാൻസ്മ്യൂട്ടേഷൻ നടത്തി. പക്ഷേ എൽറിക് ബ്രദേഴ്സിന് സംഭവിച്ചതുപോലെ തന്നെ അതും വലിയൊരു ദുരന്തത്തിലേക്കാണ് കലാശിച്ചത്. ആൽക്കമി ചെയ്യുന്നതിനിടയിൽ ഒരു മിന്നൽ അവളുടെ വയറ്റിൽ വന്നിടിച്ചു. ബോധം പോയ അവൾ അന്ന് എഡ്വേർഡ് കണ്ടതുപോലെ ഒരു ഭീമൻ ഇരുമ്പ് വാതിലിനെയും ഒരു വെളുത്ത നിഴൽ രൂപത്തിനെയും ഒക്കെ കണ്ടു. പിന്നീട് ബോധം വന്നപ്പോഴേക്കും അവളുടെ ആന്തരിക അവയവങ്ങളിൽ പലതും ഭാഗികമായി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അന്നു മുതലാണ് അവൾ ചോര തുപ്പി വീഴാൻ തുടങ്ങിയത്. ഇത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ടും ആ കുഞ്ഞിന് പകരം അന്ന് അവൾ കണ്ടത് ജീവനില്ലാത്ത കുറച്ച് മാംസവും അസ്ഥികഷ്ണങ്ങളുമായിരുന്നു. ഈസുമിയുടെ കഥ കേട്ട ബ്രദേഴ്സ് ആകെ വിഷമിച്ചു. അപ്പോഴും ഈസുമിയെ കുറ്റബോധം അലട്ടുന്നുണ്ടായിരുന്നു. ഇക്കാര്യം ബ്രദേഴ്സിനോട് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ അവർ ഹ്യൂമൻ ട്രാൻസ്മ്യൂട്ടേഷൻ നടത്തി ജീവിതം കളയില്ലായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. ഇത് മനസ്സിലാക്കിയ ബ്രദേഴ്സ് ഉള്ളിലുള്ള വിഷമം മറച്ചു വെച്ചുകൊണ്ട് ഓരോ തമാശകൾ പറഞ്ഞ് ഈസുമിയെ കൂളാക്കാൻ നോക്കി. അപ്പോഴേക്കും ഈസുമി വന്ന് അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. എൻ്റെ മുന്നിൽ നിങ്ങൾ അഭിനയിക്കേണ്ട എന്ന് അവൾ അവരോട് പറഞ്ഞു. അതോടെ അവരുടെ കൺട്രോൾ പോയി. അടക്കിപ്പിടിച്ച അവരുടെ വിഷമമെല്ലാം അവിടെ അണപൊട്ടി ഒഴുകി. വർഷങ്ങൾക്ക് ശേഷം ഒരമ്മയുടെ വാത്സല്യം അവർ അനുഭവിച്ചറിഞ്ഞു.